ഹായ് ഹലോ ആദ്യസ് വ്ലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കേരളത്തിലെ ഏക പ്രകൃതി ചികിത്സാ കേന്ദ്രമായ വർക്കല നാച്ചുറോപ്പതി ആൻഡ് യോഗ സെൻറ്ററിലാണ് കേട്ടോ. അപ്പം കുറേ നാളുകൊണ്ടേ ഞാൻ യൂട്യൂബിൽ അത്ര സജീവമല്ല, നമ്മളുടെ ചാനലിലൊന്നും അത്ര സജീവമല്ല. അതിൻ്റെ കാരണം നമുക്കറിയാം, നമുക്ക് സന്തോഷമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല ഒരു പെയിൻലെസ് ആയിട്ടുള്ള ലൈഫായിരിക്കണം. ഇപ്പോൾ കുറേ നാളുകളായിട്ട്, അതായത് വർഷങ്ങളായിട്ട് പെയിൻഫുള്ളാണ് ലൈഫ്. എപ്പോഴും വേദനയാണ്, കാല് രണ്ടും എപ്പോഴും വേദനയാണ്, കാലിൻ്റെ മുട്ട് കംപ്ലീറ്റും വേദനയാണ്, കാല് മുട്ട് വളഞ്ഞു തുടങ്ങി. സത്യത്തിൽ സർജറി മാത്രമേ ഉള്ളൂ പറഞ്ഞു കഴിഞ്ഞു. അപ്പം എൻ്റെ ബോഡി വെയിറ്റ് എന്ന് പറയുന്ന സംഭവം അത് കുറയത്തില്ല. അത് ഞാൻ ഒരുപാട് നാളുകൊണ്ടേ കാർബൊക്കെ ഒഴിവാക്കി പച്ചക്കറിയും അങ്ങനെ ഒക്കെ സംഭവങ്ങളൊക്കെയാണ് കൂടുതലുമൊക്കെ. പക്ഷേ അങ്ങനെ അങ്ങ് കുറയത്തില്ല. കുറേ നാൾ കഴിക്കാതിരുന്ന, ഒരു മാസം 2 മാസം 3 മാസമൊക്കെ കഴിക്കാതിരുന്ന ആർക്കെങ്കിലും വേണ്ടി ഒരു 500 ഗ്രാം, അതിനപ്പുറമൊന്നുമില്ല. അപ്പം ഒരു ദിവസം ഇങ്ങനെ നമുക്ക് എന്താ പറയുന്ന ഒരു ഹോപ്പ്ലെസ് ആയിട്ടുള്ള ലൈഫല്ലേ. അപ്പോൾ നമുക്ക് സമയം എപ്പോഴും വേദന, നമുക്ക് വീട്ടിനകത്തൊരു ഇച്ചിരി ജോലി ചെയ്താൽ പിന്നെ കിടപ്പാണ്. ഇപ്പോൾ സത്യത്തിൽ നമുക്ക് ഹെൽപ്പിനൊക്കെ ആളുണ്ട്, പക്ഷേ നമുക്ക് നമ്മളതായിട്ട് എന്തെങ്കിലും ഒരു ജോലികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പോലും വേദനയാണ്. അപ്പം റെസ്റ്റ് എടുക്കാം, പക്ഷേ നമുക്ക് എപ്പോഴും റെസ്റ്റ് എടുക്കാൻ ഒക്കത്തില്ല. എനിക്ക് യാത്രയുണ്ട്, അവിടെ പോയാലും റെസ്റ്റ് തന്നെയാണ്, പക്ഷേ യാത്രയുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് വേദന കൂടും. അപ്പം ബോഡി വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ വന്നതാണ് ഇവിടെ. അപ്പോൾ ഇവിടുത്തെ ഒരു കൺട്രോളിലൊക്കെ പോയാൽ കുറച്ചെങ്കിലും കുറയുമോ എന്നറിയാൻ വേണ്ടിയാണ്. കാരണം ഈ സർജറി മാക്സിമം നമ്മൾ നീട്ടിക്കൊണ്ട് തന്നെ പോകണമെന്നാണ് പറയുന്നത്. നമ്മൾ മുട്ടുമാറ്റി വയ്ക്കുന്നതിന് 20 വർഷത്തെ ഗ്യാരൻ്റിയാണ് അവർ പറയുന്നത്. ഇപ്പം പൊതുവേ ആയുസിൻ്റെ ആ ഒരു പീരീഡ് എന്ന് പറയുന്നത് 90 വയസ്സാണ് ആളുകൾക്ക്. അപ്പം 70 വയസ്സിലേ സാധാരണ ഇപ്പോൾ സർജറി ചെയ്യാറുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പം 70 വയസ്സിൽ ചെയ്താൽ 90 വയസ്സ്. എന്നാലേ എമർജൻസിയും പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ ചെയ്യുന്നുണ്ട്, അത് ഞാൻ ഇതിനകത്ത് പറയുന്നില്ല. പക്ഷേ നമ്മൾ തിരക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്. ഇപ്പോഴേ മാറ്റി വയ്ക്കാറായില്ല, കാരണം ഞാൻ ഇഴഞ്ഞാലേ അവർ മാറ്റി വയ്ക്കൂ. അപ്പം അതിന് മുമ്പ് നമ്മൾ പെയിൻ കില്ലറൊക്കെ കഴിച്ചാണ്, മോളുടെ നിശ്ചയമൊക്കെ കഴിഞ്ഞു. അപ്പോൾ പെയിൻ കില്ലർ കഴിച്ചാണ് നിശ്ചയത്തിനൊക്കെ നിന്നത്. അപ്പം പെയിൻ കില്ലർ കഴിച്ചറിയാമല്ലോ. അപ്പോൾ പെയിൻ കില്ലർ കഴിച്ച് നമ്മൾ നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ കാല് സ്വതവേ വളയും, കാരണം വേദനയില്ലല്ലോ. അപ്പം നമ്മൾ മാക്സിമം യൂസ് ചെയ്യും. അപ്പം മുട്ട് വളഞ്ഞു. ഓക്കെ. അപ്പം നടുവും കംപ്ലൈൻ്റാണ്. നടുവിന് ഞാനൊരു ട്രീറ്റ്മെൻറ്റ് എടുത്തായിരുന്നു. അപ്പം അതിന് ശേഷം ഇച്ചിരി കുറവൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം വീണ്ടും നമ്മളുടെ ആ ഒരു ഇച്ചിരി നമ്മളത് റെഗുലറായിട്ട് എടുക്കണം, വർഷം എടുക്കണം. അപ്പം സാമ്പത്തികമായും നമ്മൾ ഭയങ്കര സാമ്പത്തികം ഇല്ലാത്തത് കൊണ്ട് അതൊക്കെ ഒന്ന് കുറച്ച്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും ബേസ് എന്ന് പറഞ്ഞാൽ വെയിറ്റാണ്. വെയിറ്റ് കുറയാതൊരു രക്ഷയില്ല. അപ്പോൾ എൻ്റെ വെയിറ്റ് കുറയുമെന്നൊന്നും എനിക്കറിയത്തില്ല, എങ്കിലും ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ഒരു പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിൽ വന്നത്. അപ്പം ഞാൻ വന്നിട്ട് ഇന്ന് 6 ദിവസമായി. ഞാൻ വന്ന ദിവസം എൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 80,900 ആണത്. 81 കിലോ, 80,900 അപ്പം നമ്മൾ പോകുന്ന 10ാമത്തെ ദിവസമാണ് നമ്മുടെ ഈ ഒരു വെയിറ്റ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് ചികിത്സകളുണ്ട്. ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്, പക്ഷേ ഇവിടെ ഉള്ള എല്ലാവരും വർഷങ്ങളായിട്ട് വരുന്നവരാണ്. അവർ വരുന്നത് വേറൊന്നിനും അല്ല, ബോഡി വെയിറ്റ് കുറയ്ക്കാനും പെയിൻ കുറയ്ക്കാനും ഒരുപാട് ചികിത്സാ രീതികളുണ്ട് ഇവിടെ. അപ്പോൾ അതെല്ലാം കിട്ടാൻ വേണ്ടിയാണ് അവരിവിടെ വരുന്നത്. നമുക്കൊണ്ടൊരു പേയ്മെൻ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ എനിക്ക് ലാസ്റ്റേ അറിയാൻ പറ്റും. പോകുന്ന ദിവസം ഞാൻ പറയാം. അപ്പം സ്റ്റീം ബാത്ത്, ഡ്രൈ സോണ, പിന്നെ മസാജ്, ബോഡി മസാജ്, പിന്നെ അണ്ടർ വാട്ടർ, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ്. പിന്നെ മഡാണ് അവരുടെ മെയിൻ സംഭവം. മഡ് പാക്ക് വയ്ക്കുന്നത്. പണ്ടൊക്കെ മണ്ണിങ്ങനെ മൊത്തത്തിൽ ബോഡി കംപ്ലീറ്റും വെച്ച് ഉണക്കി ഇങ്ങനെയൊക്കെയായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, പാക്കറ്റിൽ വരും നമ്മളുടെ എല്ലാം. ഇപ്പോൾ ഒരു എന്താ പറയുന്ന ഒരു ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഇതായില്ലേ. അപ്പം അതുപോലെ ഒരു പാക്കറ്റിൽ മഡ് വരും, അത് നമ്മൾ നനച്ച് മുതുകത്ത് വയ്ക്കും. പക്ഷെ അതൊക്കെ കുഴപ്പമില്ല, ചിലർക്കൊക്കെ ഉപയോഗപ്പെടുന്നുണ്ട്. എനിക്കിത് പെർമനൻ്റാണ്, അതായത് എൻ്റെ തേയ്മാനങ്ങളെല്ലാം പെർമനൻ്റാണ്. പെർമനൻ്റ് ആയിട്ടുള്ളൊരു സാധനം പോകണമെന്ന് നമ്മൾ പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ പെർമനൻ്റ് ഒന്നും പോകത്തില്ല. തൽക്കാലം വേദനയൊക്കെ കുറയ്ക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിന് മെയിനായിട്ട് എക്സസൈസ്, യോഗ ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എക്സർസൈസൊക്കെ ഒന്ന് മനസ്സിലാക്കാം എന്നൊക്കെ വിചാരിച്ച് 10 ദിവസത്തേക്ക് വന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ വന്നിട്ട് 6 ദിവസം. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ ഫുഡ് കാര്യങ്ങളെല്ലാം വളരെ
ലഘുവാണ്. പക്ഷേ ലഘുവാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ വരുന്ന ദിവസം നമ്മളുടെ ഫുഡ് കൊണ്ടുവരണം. ഉച്ചക്കത്തേക്കുള്ള നമ്മളുടെ ഫുഡും വൈകുന്നേരത്തേക്കുള്ള നമ്മളുടെ ഫ്രൂട്ട്സും, അതാണ് ഇവിടുത്തെ മെയിൻ. നമ്മൾ വരുന്ന ദിവസം കൊണ്ടുവരണം. പിറ്റേന്ന് രാവിലെ 10 രാവിലെ ഒരു കുമ്പളങ്ങ നീരുണ്ട്, ജ്യൂസുണ്ട്. പിന്നെ ഒരു 10 വരുന്നവരുടെ പിറ്റേ ദിവസമുണ്ട്, രണ്ടാമത്തെ ദിവസം 10 ഇവിടെ അവിയൽ കൊടുക്കും. പിന്നെ അവർക്ക് 4 ഉള്ളൂ ഫുഡ്. രണ്ടാമത്തെ ദിവസം വരുന്നവർക്ക്, രണ്ടാമത്തെ ദിവസമായവർക്ക് 4 സാലഡാണ്. ക്യാരറ്റും കുക്കുംബറും എല്ലാം കൂടെ അരിഞ്ഞൊരു അതൊക്കെ ഒരുപാട് കൊടുക്കും കേട്ടോ. നമുക്ക് സത്യമായി നിറഞ്ഞ് തുളുമ്പും കൊടുക്കും. പിന്നെ പയർ മുളപ്പിച്ചത് അവിയലിൻ്റെ കൂടെ, രാവിലത്തെ അവിയലിൻ്റെ കൂടെ തരും. പിന്നെ അതെല്ലാം കഴിയുമ്പോഴത്തേക്കും രാത്രി ഒരു 7 മണിക്ക് നമുക്കൊരു സൂപ്പുണ്ട്. അതൊരു സൂപ്പർ സൂപ്പാണ്. കാരണം നമുക്ക് വിശക്കത്തില്ല, പിടിക്കത്തില്ല നമുക്ക് കഴിക്കാനൊന്നും, പക്ഷേ വിശക്കത്തില്ല. സൂപ്പർ സൂപ്പാണ്. അതൊരു തക്കാളിയും വെണ്ടയ്ക്കൊക്കെ ഇട്ട് വേവിച്ചടിച്ച് അരിച്ച് അത് നല്ല സൂപ്പറാണ് കേട്ടോ. വിശക്കത്തില്ല, കുരുമുളകൊക്കെ ഇട്ട് നല്ലൊരു സൂപ്പാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ്, സെക്കൻഡ് ഡേ. 3rd ഡേയും ഇത് തന്നെ റിപ്പീറ്റാണ്. പക്ഷേ 4th ഡേ തൊട്ട് നമുക്ക് ഫാസ്റ്റിംഗ് തുടങ്ങും. അപ്പം രാവിലത്തെ കുമ്പളങ്ങ ജ്യൂസ്, 9 മണിക്ക് നമുക്ക് തണ്ണിമത്തൻ ജ്യൂസ്, 11:30 നമുക്ക് പഴം ജ്യൂസ്, പിന്നെ നമുക്ക് 1 മണിക്ക് നമുക്ക് നാരങ്ങ ജ്യൂസ്, നാരങ്ങ വെള്ളം. അത് ശർക്കരയാണ് കേട്ടോ, ഒരു പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയാണ് ഇടുന്നത് അത്. പിന്നെ 4:30 നമുക്ക് വീണ്ടും തണ്ണിമത്തൻ ജ്യൂസ്. അപ്പോൾ ഇങ്ങനെ പിന്നെ നമുക്ക് രാത്രി ആ സൂപ്പുണ്ട്. പക്ഷേ ഇത്രയും കുടിക്കുന്നതുകൊണ്ട് നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് വിശപ്പേ കാണത്തില്ല. സത്യം പറഞ്ഞാൽ ഇത് വെച്ചാൽ അധികമാണ്, പക്ഷേ ഓവറാണിത്. ഇതിനകത്ത് ഏതെങ്കിലും 2 എണ്ണം മാറ്റിയിട്ട് തന്നാൽ അപ്പോൾ ചോദിക്കും 2 എണ്ണം പിന്നെ നിങ്ങൾ എന്തിനാണ് കുടിക്കുന്നതെന്ന് ചോദിക്കും. കിട്ടുന്നതല്ലേ, കുടിച്ച് പോവും, അതുകൊണ്ട് കുടിക്കുന്നതന്നേ ഉള്ളൂ. ഓക്കെ, പിന്നെ എന്തുവാ പറയാനുള്ളത്? പിന്നെ ഇവിടുത്തെ വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പം ഇന്ന് 6ാമത്തെ ദിവസമാണ്. അപ്പം നമുക്കിനിയും കാണാം. സെറ്റ്. അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാം.